മലയാളികളുടെ കാർഷികോത്സവമായ വിഷു ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് പ്രാഗ്ജ്യോതിഷപുരം ഭരിച്ചിരുന്ന നരകാസുരൻ എന്ന ശക്തനായ അസുരൻ തന്റെ ശക്തി ഉപയോഗിച്ച് ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ പീഡിപ്പിച്ചിരുന്നു. ഭൂമിദേവിയുടെ പുത്രനായിരുന്നിട്ടും നരകാസുരൻ അഹങ്കാരിയും ക്രൂരനുമായി മാറി. ഇന്ദ്രലോകം കീഴടക്കിയ നരകാസുരൻ ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ വരെ മോഷ്ടിച്ചു. സഹികെട്ട ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചിരുന്ന കാലമായിരുന്നു അത്. കൃഷ്ണൻ തന്റെ പത്നിയായ സത്യഭാമയോടൊപ്പം ഗരുഡിലേറി നരകാസുരനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഘോരമായ യുദ്ധത്തിനൊടുവിൽ ഒരു മേടമാസം 1-ാം തീയതി വിഷു ദിവസം ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു. ലോകത്തെ ഇരുട്ടിൽ നിന്നും തിന്മയിൽ നിന്നും മോചിപ്പിച്ച ഈ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് വിഷു ആഘോഷിക്കുന്നത് എന്നാണ് ഒരു പ്രധാന വിശ്വാസം. എന്തുകൊണ്ടാണ് കൃഷ്ണനെ വിഷുക്കണി വെക്കുന്നത്? നരകാസുരനെ വധിച്ച ശേഷം കൃഷ്ണൻ തിരിച്ചെത്തിയപ്പോൾ ലോകം മുഴുവൻ പ്രകാശപൂരിതമായെന്നും പ്രകൃതി പൂത്തുലഞ്ഞെന്നുമാണ് സങ്കല്പം. ആ വിജയത്തിന്റെ ഓർമ്മ പുതുക്കാൻ ഭക്തർ തങ്ങളുടെ ഇഷ്ടദൈവമായ കൃഷ്ണനെ കണി കണ്ടുണരുന്നു. മഞ്ഞ നിറത്തിന്റെ പ്രാധാന്യം. ശ്രീകൃഷ്ണന്റെ പീതാംബരത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കണിക്കൊന്ന പൂക്കൾ. ഐശ്വര്യം. ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണി കണ്ടുണരുന്നത് വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ ഐശ്വര്യവും സന്തോഷവും നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മറ്റുള്ള വീഡിയോസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കുടുംബത്തിലേക്ക് ഓടി വരാം. അപ്പോൾ ശരി, ബൈ.